സ്തുതി. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ ഇന്ന് ഒരു 3 ദിവസത്തെ ട്രിപ്പ് പോവാണ്. നമ്മളെല്ലാവരും ഉണ്ട്, 4 ഫാമിലി ഉണ്ട്. സുജിത്ത് ഫാമിലി, അജില്, പ്രതീഷ്, പിന്നെ നമ്മൾ ഫസ്റ്റ് ന്യൂ കാസിലേക്കാണ് പോണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി 7 days ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ യാത്ര തുടങ്ങാം. നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമുക്ക് പോവാം. ഇപ്പോൾ നമ്മളിത് 4 വണ്ടിയിലായിട്ടാണ് പോണേ. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂ കാസിൽ. കാലത്ത് തന്നെ ആയതുകൊണ്ട് വേറെ വണ്ടികളോ കാര്യങ്ങളൊന്നും ഇല്ല. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരാണ്. അപ്പോൾ ഒപ്പമാണ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് അമ്മിച്ചി, പൊന്നു, മനുമോള്, എല്ലാവരും പുറയിലുണ്ട്. ഞാനും കൂടിയിലിവിടെ. നമ്മൾ പോണ വഴി ഇങ്ങനെ ഹെയർ പിന്നുകൾ പോലെ കേട്ടോ, വളവും ഇറക്കവും അങ്ങനെ. അതെ, ഒരു കങ്കാരു, 2 കങ്കാരും ഉണ്ട് കേട്ടോ. അത് കാണിക്കാൻ പറ്റിയില്ല. ഈ നേരത്തെ ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് പോകണം. കാരണം കങ്കാരുക്കൾ ഇപ്പോൾ 3 പ്രാവശ്യമായി ഫ്രണ്ടിൽ വന്നു. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ അജിലിൻ്റെ വണ്ടി പോകുന്നുണ്ട്. അതായത് അജിൽ പോകണം. അങ്ങനെ ഹെയർ പിന്നുകൾ പോലെയാണ്, വളവും ഇറക്കവും ഒക്കെ ആയിട്ട്. നമ്മൾ ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ബാക്കിയുള്ളവർ പുറകിലുണ്ട് കേട്ടോ. ബാക്കി 2 അതേ കങ്കാരു ചാടി, അജിലിൻ്റെ വണ്ടിക്ക് വട്ടം ചാടി കേട്ടോ കങ്കാരു. ഈ നേരത്തുള്ള പ്രശ്നം അതാണ്. ഇവിടെ താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് കങ്കാരു ചാടി, വണ്ടിക്ക് വട്ടം. രാവിലെ തന്നെ പശുക്കൾ മേയാൻ ഇറങ്ങിയേക്കുന്നു. നിറയെ പശുക്കളാ. എന്തോ കൃഷിക്ക് നനയ്ക്കുന്ന രാവിലെ തന്നെ. നോക്കി, ട്രാക്ടറിലൊന്നും നനയ്ക്കും അല്ല, പൈപ്പ് വെച്ചിട്ട് ഇതുണ്ടോ കൃഷിക്ക് വേണ്ടിയിട്ട് നനച്ചുകൊണ്ടിരിക്കുന്നത്. അതുണ്ടോ, നല്ല ഭംഗിയല്ലേ. താമരശ്ശേരി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. ഞങ്ങൾ താമരശ്ശേരി ചുരം കേട്ടോ. മേളിൽ നിന്ന് അവർ വരുന്നു, എൻ്റെ മേളിൽ നിന്ന് അത് പ്രതീക്ഷിന്റെ വണ്ടി. ചുരങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. വെയിൽ ഭയങ്കര ഉള്ളതുകൊണ്ട് നമ്മുടെ ഇതിനകത്ത് ക്യാമറയിൽ അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ പിടിക്കാതിരുന്നത്. സൂര്യൻ ഭയങ്കര സൂര്യൻ. നമുക്ക് താമരശ്ശേരി ചുരങ്ങൾ ഇറങ്ങി വരികയാണ്. ഇതേ പോണേക്ക് ഒരു കാരവൻ വലിച്ചിട്ട് പോണു. അജിലിൻ്റെ വണ്ടി, വേന, സുജിത്തിൻ്റെ വണ്ടി, പ്രതീഷിൻ്റെ വണ്ടി. അങ്ങനെ അതേ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചായ, റാപ്പ്. പ്രതീക്ഷ ചോട്ടാ, ഞാൻ നേരത്തെ കഴിച്ചു. വിശപ്പുണ്ട്. മനു ദേ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. നീ കഴിച്ചു കഴിഞ്ഞോ? അങ്ങനെ കേട്ടോ, ഈ പാർക്കിൽ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കല്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞു. കണ്ടായിരുന്നു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി എടുക്കുന്നു. വീണ്ടും യാത്ര തുടങ്ങുന്നു. കേക്കണ്ടോ? ഒരു ഫോട്ടോ എടുക്കണം നേരെ. ചുമ്മാ ചാരിക്ക്. വേണ്ട. നോക്കൂ സുഹൃത്തുക്കളെ, ഈ ന്യൂ കാസിൽ പോകുന്ന വഴിയാണത്. ഇപ്പം നമ്മൾ ഹൈവേയിലോട്ട് കയറി നേരെ ഫ്രണ്ടിലോട്ട് നോക്കി, പച്ചപ്പ് നിറഞ്ഞ് പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല.
അപ്പോൾ ഇതേപോലെയുള്ള അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ന്യൂകാസിലെത്തുന്നു. ഇവിടെ ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ ന്യൂകാസിൽ എങ്ങനെയായിരിക്കും എന്നൊന്ന് ഊഹിച്ച് നോക്കിയേ, പൊളിയായിരിക്കില്ലേ? നമ്മളങ്ങനെ അതേ ന്യൂകാസിലെത്തി കേട്ടോ. ഫൈനലി ന്യൂകാസിലെത്തി. പക്ഷേ എൻ്റെ വണ്ടിയുടെ ടയർ അലൈൻമെൻറ്റ് പോയി വെട്ടിത്തഴിഞ്ഞു. അപ്പോൾ അത് ടയർ മാറ്റാനായിട്ട് ഇവിടെ കെ-മാർട്ടിൻ്റെ ടയർ മൈക്കാർ എന്ന് പറഞ്ഞ ഷോപ്പിൽ കൊടുത്തു. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ചുമ്മാ നമ്മൾ കെ-മാർട്ടിൻ്റെ ഒന്ന് കയറാമാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ചെറിയതായിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അജിലിന് എന്തെങ്കിലും മേടിക്കാനുണ്ടോ? പിന്നെ വന്ന സ്ഥിതിക്ക് ന്യൂകാസിൽ നിന്ന് ഭാര്യയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ ഷുട്ടൂന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. ചുട്ടു എന്തൊക്കെയോ തന്നെ വർത്താനം പറയുന്നുണ്ട്. മക്കളെ എന്നാ വ്യൂ ആണെന്ന് നോക്കി, അടിപൊളിയല്ലേ? ഇതാണ്. പക്ഷെ നമുക്കിവിടെ ഡ്രോൺ പറത്താൻ പാടില്ലാന്ന് എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല അടിപൊളി സംഭവമായിരുന്നു പിടിക്കാനായിട്ട് കേട്ടോ. കേട്ടോ ഫോട്ടോ എടുക്കും, ഫോട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ മറ്റുള്ളവർക്ക് ലഞ്ച് കഴിക്കാൻ കയറി. ഞാനൊരു ഗാർലിക് നാനും ബട്ടർ ചിക്കനും പറഞ്ഞു. അപ്പൂസ് ചിക്കൻ ബിരിയാണി പറഞ്ഞു. ഞാൻ വന്നു, കുഴപ്പമില്ല. ബട്ടർ ചിക്കൻ ഇച്ചിരി മധുരമുണ്ട്. കുഴപ്പമില്ല, മധുരമുണ്ട്, എന്നാലും ടേസ്റ്റിയാണ്. നമ്മളങ്ങനെ ഇത് അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ബോഗി ഹോൾ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. എല്ലാം ബീച്ചിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് പോകാൻ കേട്ടോ. താഴെ കൂടെ ഒരു ഇതുണ്ട്, നടക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്, മേളിലുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ചുട്ടും ഉറങ്ങിപ്പോയി പാവം. അപ്പോൾ നമുക്ക് നടന്ന് നേരെ താഴേക്ക് ഇറങ്ങാം. വാ, കമ്മോ, മുമ്പിൽ നടക്ക്. നിങ്ങൾ സൈഡിൽ കൂടെ സൂക്ഷിച്ച് നടക്കും കേട്ടോ. ഒരു സൈഡ് പിടിച്ചിട്ട് പയ്യെ കയറിയത് ഓടി കയറണ്ട. അയ്യോ, ഇനിയിപ്പുറ സൈഡിലേക്ക് കിടന്നോമ്മ. അവർ
അന്നെ ചാട അവിടെ വരെ നീന്താ തിരിച്ചു വരാ. അയ്യ അത് മിസ്സായി പാപ്പേ. എന്നാ രസം നോക്കിയാ ഇവിടെ തന്നെ ഉണ്ടേ. അതേ തന്നെ. നമ്മളിത് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനായ നോബി ബീച്ചിലെത്തിയേക്കാം കേട്ടോ. എല്ലാവരും ഉണ്ട്. വെള്ളത്തിൽ ചാടാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം. അപ്പോൾ എല്ലാവരും വെള്ളത്തിൽ ചാടാനുള്ള ആൾക്കാർ ഡ്രസ്സ് മാറുന്നു. ഞാൻ വെള്ളത്തിൽ തൽക്കാലം ചാടാനാത്തോണ്ട് ഷൂ മാതിരി ചെരുപ്പാക്കി. പിന്നെ അവിടെ ചെന്ന് വികാരങ്ങൾ മൂത്ത് വെള്ളത്തിൽ ചാടിയാൽ ചിലപ്പോൾ ചാടും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പിന്നെ ഇനി നമ്മളെ നാളെ ആയിരിക്കും. പിന്നെ നമ്മളിവിടുന്ന് നേരെ നമ്മളെടുത്തേക്കുന്ന എയർബിയാൻഡിലേക്ക് എത്തും. അവിടെ ചെല്ലുമ്പോൾ രാത്രി ആയിരിക്കും. എന്തായാലും നമ്മുടെ നോബി ബീച്ച് കണ്ടിട്ട് വരാം നമുക്ക്. ഓക്കെ, അത് പറക്കണില്ല, അത് ഓടാ. അത് ഓടാണ്. Wow. Suju partro. നല്ല ഐസ് വരുന്ന വെള്ള ഐസ് റെയിൻബോ വരുന്നുണ്ട്. അവിടെ അരിച്ചു പിടിക്കും. In 600 meters at the roundabout, take the second exit and stay on Hannell Street, A43. പ്രതീക്ഷയുള്ള പുറയിലെത്തി. അങ്ങനെ നമ്മൾ ന്യൂ കാസിൽ ഫുള്ള് കറക്കൊക്കെ കഴിഞ്ഞ് ഒരു രാത്രി 8:45 കൂടി പോർട്ട് മേക്കറിൽ നമ്മുടെ അടുത്ത് വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അപ്പോഴേക്കും നല്ലപോലെ ഇരുട്ടായി, രാത്രിയായി. അതുകൊണ്ട് വീടോ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. നാളെ നേരം വെക്കുമ്പോൾ ഈ വീടിൻ്റെ ചുറ്റുപാടൊക്കെ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ നാളെ നമ്മളൊക്കെ ഇറങ്ങാൻ പോകുന്ന പോർട്ട് മേക്കറിലെ നല്ല നല്ല ഭംഗിയാർന്ന അടിപൊളി സ്ഥലങ്ങളൊക്കെ നാളെ കാണിക്കാം.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്. നാളെ കാണാം. ബൈ ബൈ.